നമസ്കാരം. ചെണ്ട എന്ന വാദ്യവിശേഷത്തിന്റെ ആദ്യകാല പഠനത്തിന്റെ തുടർ പഠനങ്ങളിൽ നമ്മൾ ഏറ്റവും ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് വിഭാഗമാണ് എന്നുള്ളത് കൊട്ടിക്കാണിക്കാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ് ഒത്തുകൂടിയിട്ടുള്ളത്. കാരണം ചെണ്ട പുളിമുട്ടിയിൽ നമ്മൾ തക്കിട്ട സാധകം ചെയ്ത്, തരികിടയുടെ കാര്യം ഇപ്പം നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്, തക്കിട്ട സാധകം ചെയ്ത് പാടക്കൈയായിട്ട് ചെണ്ടയുടെ വലന്തലയിൽ സാധകം ചെയ്യാൻ തുടങ്ങി പാടക്കൈ 4 സ്റ്റെപ്പ് സാധകം ചെയ്തു വരുന്ന കുട്ടികൾ അവരുടെ ഇതിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും ഈ വിദ്യാലയം പോലെയുള്ള സ്ഥലങ്ങളിലെ ഒരു സമൂഹമായിട്ട് കുട്ടികളെ വാദ്യകലയിലേക്ക് അഭിനിവേശം ജനിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ചെമ്പട മേളം കൊട്ടിയിട്ടാണ്. അപ്പൊ ചെമ്പട മേളം കൊട്ടുക എന്ന് പറഞ്ഞാൽ 8 അക്ഷരകാലത്തിലുള്ള ഒരു അടിസ്ഥാന മേളമാണ് ചെമ്പട. അപ്പൊ ഈ എന്ത് കൊട്ടുമ്പോഴും ഒരു ഗണപതി കൈ കൊട്ടിയിട്ടാണ് നമ്മളിത് ആരംഭിക്കുക. അപ്പോൾ ഈ പാടക്കൈ വലന്തലയിൽ കൊട്ടി ശീലിച്ച കുട്ടികൾ ഇവര് രണ്ടാളും ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ആദ്യം ഗണപതി കൈ അവർ കൊട്ടി തുടങ്ങുകയാണ്. അപ്പൊ അതിന് ശേഷം നമ്മൾ അവരുടെ ഗണപതി കൈ കൊട്ടിക്കഴിഞ്ഞാൽ ഈ ഗണപതി കൈ സാധാരണ പ്രധാനമായിട്ടുള്ള എണ്ണങ്ങളൊക്കെ കലാശിക്കുമ്പോൾ പ്രധാന ഘട്ടങ്ങളിൽ തായമ്പകയിലൊക്കെ പ്രത്യേകമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ലിങ്കിങ് ആണ്. അപ്പോൾ അത് ഇപ്പോൾ തായമ്പകയാണെങ്കിൽ 4-ാം കാലം കഴിഞ്ഞ് പിന്നെ ഒരു മാറ്റം വരുന്ന ഒരു താളത്തിലേക്ക് എത്തുമ്പോൾ കൂറിലേക്ക് കിടക്കുമ്പോൾ 4-ാം കാലം കലാശിക്കുമ്പോൾ കൊട്ടിയിട്ട് ഗണപതി കൈ കൊട്ടിയിട്ടാണ് അത് കലാശിക്കുക. പിന്നീട് പല സ്ഥലത്തും നമ്മൾ ഗണപതി കൈയിൻ്റെ പല രൂപത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. എന്നാലും വളരെ പ്രൊജക്റ്റീവായിട്ട് തായമ്പകയിൽ ഗണപതി കൈ വരുന്നത് 4-ാം കാലം കഴിഞ്ഞ് കൂറ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ടാണ്. അത് പിന്നീട് കൊട്ടി കാണിക്കുക. അപ്പോൾ ആദ്യം ഈ കുട്ടികൾ നിങ്ങളോട് ഗണപതി കൈ കൊട്ടി കാണിക്കും. അപ്പോൾ ഈ പ്രൈമറി സ്കൂളുകളിൽ ഇപ്പോൾ 7-ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ആയിട്ട് നിൽക്കുന്ന 2 കുട്ടികളാണ് ഈ വൈഭവും വിഷ്ണു. അപ്പോൾ ഈ കുട്ടികളാണ് നമുക്ക് ഇന്നിവിടെ നമ്മളെ ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കം ഗണപതി കൈ കൊട്ടുന്നത്. അത് വലന്തലയിലാണ് ഗണപതി കൈ കൊട്ടുന്നത്. തുടങ്ങിക്കോളും. അപ്പോൾ നമ്മൾ ഈ ഗണപതി കൈ തായമ്പകയിൽ എവിടെ വരുന്നു എന്നൊരു സംശയം ഉണ്ടാവും. തായമ്പക കൊട്ടുന്നവർക്കല്ല, പ്രയോക്താക്കൾക്കല്ല, ഇതിന്റെ ആസ്വാദകർക്കും അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് വാദ്യകല കുറെ കൂടി മനസ്സിലാക്കണം എന്ന് തോന്നുന്നവർക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 4-ാം കാലം കലാശിക്കുമ്പോൾ 4-ാം കാലത്തിന്റെ അവസാന എണ്ണത്തിന്റെ ആ എണ്ണം കലാശിക്കുന്നതോട് കൂടിയാണ് നമ്മൾ ഗണപതി കൈ കൊട്ടുക. അതുകൂടെ കൊട്ടി കാണിക്കാം. ഗണപതിക്ക് നമ്മൾ എവിടെ കൊട്ടുന്നു എന്നുള്ളത് ഒരു പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് തായമ്പകടെ 4-ാം കാലം കലാശിക്കുമ്പോഴുള്ള ഗണപതി കൈയിന്റെ സ്ഥാനം കൊട്ടിക്കാണിച്ചത്. അപ്പൊ ഇതേ ഗണപതി കൈയാണ് മേളത്തിന് നമ്മൾ ഇടക്കലാശമായിട്ട് കൊട്ടി തുടങ്ങുക. ചെറിയൊരു രൂപമാറ്റമുണ്ട്. ഇപ്പൊ മേളം ഈ തക്കിട്ട പാടക്കൈ കൊട്ടി തുടങ്ങിയിട്ടുള്ള ഒരാൾക്ക് ചെമ്പട എന്ന അടിസ്ഥാന മേളം കുറേശ്ശെ കൊട്ടാൻ പറ്റും. അപ്പൊ ഈ കുട്ടികൾ അത് നിങ്ങളെ കാരണം പുതിയൊരു ജനറേഷൻ ഇതെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കുട്ടികള് ആ മേളം കൊട്ടി കാണിച്ചു തരും. ഇവിടെ ഗണപതി കയ്യെ മറ്റൊരു ഭാവത്തിലാണ് ഈ മേളത്തിൽ വരിക. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കഷ്ടിപ്പാടക്കൈ സാധകം ചെയ്തു വരുന്ന കുട്ടികൾ ചെമ്പട എന്നുള്ള ഒരു മേളത്തിന്റെ അടിസ്ഥാന മേളത്തിന്റെ ഒരു ഭാഗം കുട്ടി കാണിക്കും.
അപ്പൊ ഒരു ശബ്ദമാധുര്യമുള്ള ഒരു ചെണ്ടയിൽ നമ്മൾ കൊട്ടുമ്പോൾ ആ കലാശം കുറച്ചുകൂടി പ്രൊജക്റ്റീവായിട്ട് നമ്മൾ ചെയ്യണം. ചെമ്പട താളത്തിലാണ് ഇപ്പൊ നമ്മൾ ചെമ്പടയിലാണ് കുട്ടികൾ അടിസ്ഥാന മേളം എന്ന് ഞാൻ സങ്കല്പിക്കുന്നത്. ഇപ്പൊ അത് അങ്ങനെയാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ചെമ്പട താളം എന്ന് പറയുന്നത് 8 അക്ഷരകാലാണ്. 8 അക്ഷരകാലത്തിൽ താളം പിടിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൊട്ടിപ്പിടിപ്പിക്കലാണ് മേളം. അപ്പൊ 8 അക്ഷരകാലത്തിൽ താളം പിടിക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 8 അക്ഷരകാലം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മേളത്തിന് വലന്തല പിടിക്കുമ്പോൾ മേളത്തിന് വീക്കൻ ചെണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് വലന്തല എന്ന് പറയുന്നത്. അപ്പോൾ 4 പ്രാവശ്യം പൊത്തി കൊട്ടുകയാണ്. 4 പ്രാവശ്യം പൊത്തി കൊട്ടിയിട്ട് 3 പ്രാവശ്യം തുറന്ന് പിടിക്കുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നത് നമ്മൾ കൈ വയ്ക്കുക. അപ്പോഴാണ് 8 അക്ഷരകാലത്തിൽ വരുന്നത്. അതാണ് ഈ ചെമ്പടയുടെ ഒരു പ്രത്യേകതയാണ് 8 അക്ഷരകാലത്തിൽ. അപ്പോൾ ചെമ്പട മേളം സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിലെ അടിയന്തര മേളങ്ങളാണത്. അതായത് ദീപാരാധനയ്ക്ക്, ഉച്ചപൂജയ്ക്ക്, പിന്നെ പാണ്ടിമേളം തുടങ്ങുന്നതിന് മുമ്പേ ആയിട്ട് പിന്നെ കുറച്ച് സമയം നമ്മളെല്ലാം ഒരുക്കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂട്ടുന്നു. അപ്പോൾ അതുപോലെ കലശമാടുമ്പോൾ മേളം ചെമ്പട താളം പിടിക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസത്തോടു കൂടി കലശം ആടുമ്പോൾ കൊട്ടുമ്പോഴും ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ തരികിടയൊന്നുമില്ല ഈ മേളത്തിന് തരികിടയില്ലേ, തക്കിട്ട മാത്രമേ. പിന്നെ അപ്പോൾ ഇതിൻ്റെ കലാശത്തിലും തരികിടല്ല, കൊട്ടുണയിലും നീലകളിലും ഒന്നിലും തരികിടല്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഉച്ചപൂജ, ദീപാരാധന, അതല്ലെങ്കിൽ മേളം തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു ചെറിയൊരു പെട്ടെന്നൊരു മേളം കൊട്ടാൻ പറഞ്ഞാൽ ഏതൊരാളും ചെമ്പട മേളമാണ് കൊട്ടുക. അപ്പോൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മേള സംവിധാനമാണ് ചെമ്പട മേളം. അതാണ് ഒരു ചെമ്പട മേളം. ഇവിടെ ഞങ്ങൾ തീര് കൊട്ടി കലാശിച്ചിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Risa, risa.